പിന്നെ കേരളത്തിൽ മൊത്തത്തിൽ ഇപ്പം എന്തായിരുന്നാലും സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കുന്ന രീതിയിൽ, സ്ത്രീകളുടെ സുരക്ഷ സംരക്ഷിക്കുന്ന രീതിയിലുള്ള വലിയൊരു സമരം, വലിയൊരു എവേക്കനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ വെറുതെ വിട്ട സെഷൻസ് കോടതി വിധിക്കെതിരെ പൊതുജന വികാരവും ആലോചനകളും വിമർശനങ്ങളൊക്കെ നടക്കുന്ന കാലമാണ് പൊതുവെ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാവരും ആ കേസിൽ, ദിലീപിൻ്റെ കേസിൽ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോവേണ്ടതുണ്ടെന്ന് പറയുകയും സർക്കാർ അന്ന് തന്നെ തീരുമാനിക്കുകയും ചെയ്തപ്പം കേരളത്തിനെ നാണിപ്പിക്കുന്ന രീതിയിൽ UDFിൻ്റെ കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത് ദിലീപിന് നീതി കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് അദ്ദേഹമായിട്ട് അടുത്ത് ബന്ധമുള്ളതാണ്, പരിചയമുള്ളതാണ്, സർക്കാരിന് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് അപ്പീലിന് പോകുന്നതെന്നാണ്. ഒരുപക്ഷെ ഇതേപോലുള്ള ചർച്ചയിൽ സ്വാഭാവികമായും വന്നിരിക്കേണ്ടിയിരുന്ന കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവ് സന്ദീപ് വാര്യർ ഇപ്പോഴും മുൻകൂർ ജാമ്യം കിട്ടാതെ, നോട്ട് ടു അറസ്റ്റ് മാത്രമേ കിട്ടിയുള്ളൂ, സാങ്കേതികമായി പറഞ്ഞാൽ ഒളിവിൽ കഴിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ കുറച്ച് നേതാക്കൾക്ക് സ്വാഭാവികമായിട്ടും, ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയും VD സതീശനും ഉമാ തോമസൊക്കെ പോലെയുള്ള കുറച്ച് നേതാക്കൾക്ക് ഇതിൽ ജെന്യുവിനായ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ മഹാഭൂരിപക്ഷം നേതാക്കൾക്കും ഈ കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്ന് പല തവണ വെളിവായിട്ടുള്ളതാണ്. എന്താണ് അതിൻ്റെ കാര്യമെന്നുള്ളത് നമ്മളൊക്കെ ഇങ്ങനെ സ്വകാര്യമായി പറഞ്ഞിരുന്നത്. ഇതേ മാങ്കൂട്ടം തന്നെ പാലക്കാട് വെച്ചിട്ട് മീഡിയയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് ഒരു നേതാവും പറഞ്ഞിട്ടില്ല. ഇനി ഏതെങ്കിലും നേതാവ് എനിക്കെതിരെ ഒരു പരാതി വന്നു എന്നുള്ളതുകൊണ്ട് പരിപാടികളിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേതാവിൻ്റെ പേര് നിങ്ങൾ ഇങ്ങോട്ട് പറയൂ, അയാളെപ്പറ്റി നിങ്ങളറിയാത്ത വിവരങ്ങൾ ഞാൻ പറഞ്ഞു തരാം എന്ന്. എന്ത് വെച്ചാണ് ഇദ്ദേഹം കേരളത്തിലെ ടോപ്പ് ബ്രാസിനെ, കോൺഗ്രസിൻ്റെ ടോപ്പ് ബ്രാസിനെ ഭീഷണിപ്പെടുത്തുന്നത് എന്നുള്ളത് മാങ്കൂട്ടം തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ യാതൊരു സംശയവും വേണ്ടതില്ല, ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തു വരികയാണെങ്കിൽ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം മാങ്കൂട്ടത്തിനെ പൂമാലയിട്ട് സ്വീകരിക്കും. കാരണം വളരെ വിചിത്രമായൊരു തീരുമാനമായിരുന്നു മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് എടുത്തത്. അതെന്താണെന്ന് വെച്ചാൽ, മുൻകൂർ ജാമ്യം ഒരു സെഷൻസ് കോടതി നിഷേധിക്കുകയാണെങ്കിൽ പുറത്താക്കുന്നു. 2:25 മുൻകൂർ ജാമ്യം ഒരു സെഷൻസ് കോടതി നിഷേധിക്കുന്നു, ഒരു മിനിറ്റിനുള്ളിൽ പുറത്താക്കുന്നു. എനിക്കൊന്നും ഒരു കാരണവശാലും മനസ്സിലാവാത്തൊരു കാര്യം, ഒരു സെഷൻസ് കോടതി ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഡിനൈ ചെയ്യുന്നു എന്നുള്ളൊരു സാങ്കേതിക കാര്യത്തിൻ്റെ മുകളിൽ ചേർന്ന് നിന്നല്ലല്ലോ ചെയ്യേണ്ടത്. പിറ്റേ ദിവസം ഇദ്ദേഹത്തിന് നോട്ട് ടു അറസ്റ്റ് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ സമയത്ത് ഷാഫി പറമ്പിൽ, അങ്ങനെയാണെങ്കിൽ മുൻകൂർ ജാമ്യം ലഭിക്കുന്നതും തികച്ചും സാങ്കേതികമാണ്. തീർച്ചയായിട്ടും മുൻകൂർ ജാമ്യം ലഭിക്കുന്നതും മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നതും ഒരു പരിധിവരെ സാങ്കേതികമാണ്. പക്ഷേ ഇന്ന് ഈ ബലാത്സംഗ കേസിൽ, രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ ഈ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രൈമ ഫാസി ഒരു തെളിവുമില്ല ഈ ആരോപണത്തിൽ എന്നാണ്. പ്രൈമ ഫാസി ഒരു തെളിവുമില്ല എന്നാണ്. അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്, എവിഡൻസ്. അങ്ങനെ പ്രഥമ ദൃഷ്ടിയ തെളിവില്ല എന്ന് കോടതി പോലും കാണുമ്പോൾ അത്തരം പരാതികളെ കോൺഗ്രസ് നേതൃത്വം സംശയത്തോടെ കാണുന്നതിൽ തെറ്റുണ്ടോ? അല്ലല്ല, അതിനകത്ത് വേറെ പ്രശ്നമുണ്ടാ ജിംസ്. അതായത് ഈ കുട്ടിക്ക് ഈ അനുഭവം ഉണ്ടായിട്ട് കുറേ കാലമായി നമുക്കറിയാം. വേറെയും ഇഷ്ടം പോലെ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവരെ പേര് വെളിപ്പെടുത്താത്ത പരാതികൾ ഏറെയുണ്ട്. ഭയങ്കരമായ സംഘർഷത്തിന് ഒടുവിലാണ് ഞാൻ ഇങ്ങനെയെങ്കിലും പരാതി തരുന്നത്, എൻ്റെ പേര് വെളിപ്പെടുത്താതെ പരാതി തരുന്നതെന്ന് ആ കുട്ടി KPCC പ്രസിഡന്റ് അയച്ച ഇമെയിലിൽ നമ്മൾ വായിച്ചതാണ്. മുന്നേ പരാതി പറഞ്ഞ പെൺകുട്ടികൾക്കുണ്ടായ അനുഭവങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നു, ഞാൻ വധിക്കപ്പെടാമെന്ന് വരെ സംശയിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ കുട്ടിയുടെ, ആ കംപ്ലൈനൻറ്റിൻ്റെ 164 സ്റ്റേറ്റ്മെൻറ്റ് പോലും എടുത്തിട്ടില്ല. അതിൻ്റെ മുന്നെയാണ് കോടതി പ്രൈമ ഫേസി തെളിവുകളില്ല എന്ന് പറയുന്നത്. വളരെ വിചിത്രമായ, വളരെ ഇൻസെൻസിറ്റീവായ ഒരു ജഡ്ജ്മെൻ്റാണ്, ഒരു ഓർഡറാണ് ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോർട്ടിൽ നിന്ന് വന്നതെന്ന് പറയും. എന്താണെന്നറിയോ, ഇതേ കോടതിയാണ് ഒന്നാമത്തെ കേസിൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചത്, നോട്ട് ടു അറസ്റ്റ് ഇഷ്യൂ ചെയ്യാതിരുന്നത്. വളരെ സിമ്പിളായൊരു ജുഡീഷ്യൽ ലോജിക്ക് വെച്ചാൽ ഒരാൾക്ക് ഒരു കേസിൽ ജാമ്യം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നു. സമാനമായ കേസ് പിന്നെയും അതേ കോടതിയുടെ, ഇയാൾ ഇതേ സമാനമായ കുറ്റം ചെയ്തു എന്നുള്ള ആരോപണം പിന്നെ വരുമ്പം അതൊരു ക്രിമിനൽ ഒഫൻസിൻ്റെ ആൻറ്റിസിഡൻ്റ് ഉള്ള ആൾക്ക് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കില്ല. സുപ്രീം